ഓവേറിയൻ ഡ്രില്ലിംഗ് പോലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് ചെയ്യണമെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈയിടെ വന്ന ഒരു കേസ്, ആ കേസിനകത്ത് എന്താ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് കൗണ്ട് കുറവുണ്ടായിരുന്നു, എന്നിട്ടും അവൾ 2 തവണ കൺസീവ് ആയിട്ട് അബോഷനായി പോയിട്ടുള്ള ഒരു കപ്പിളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ കൗണ്ട് ഒരു 5 to 10 മില്യൺ അറൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മെഡിസിൻസ് കൊടുത്ത് എല്ലാം ക്ലിയർ ആയിട്ടും അവർ കൺസീവ് ആവുന്നില്ല. അന്നേരം അവൾ ഓവുലേഷനൊക്കെ ട്രാക്ക് ചെയ്ത സമയത്ത് അണ്ടം പൊട്ടുന്നില്ല ശരിയായ രീതിയിൽ. നമ്മൾ എത്ര ഇൻഡ്യൂസ് ചെയ്യാൻ മെഡിസിൻസ് കൊടുത്തിട്ടും പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേസിൽ എനിക്ക് തോന്നുന്നു അവൾ മുമ്പ് ചെയ്തിട്ടില്ല. അതായത് എപ്പോഴും ഓവറിയൻ ഡ്രില്ലിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ എപ്പോഴാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ AMH ഹോർമോൺ ലെവൽ ഒരു 15-ന് മേലെ നിൽക്കുക, അണ്ടാശയത്തിൽ അണ്ടങ്ങൾ ഒരുപാട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓവറിയൻ ഡ്രില്ലിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുള്ളൂ. പക്ഷേ ഇവൾ ഓവറിയൻ ഡ്രില്ലിങ് ചെയ്തത് ഇവളുടെ AMH ലെവൽ 5.5 ഉള്ള ഒരു സമയത്തായിരുന്നു. ആ അൺവാണ്ടഡ് പ്രൊസീജിയർ കാരണം അതായത് ഓവറീസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുകയും അതിൻ്റെ പാർട്ടായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പം നമ്മൾ മെഡിസിൻസ് എത്ര കൊടുത്തിട്ടും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും വീണ്ടും ഇതൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് പ്രൊസീജിയർ നമുക്ക് ആവശ്യമാണ്, എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് അത് തന്നെയാണ് റീസൺ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അത് ചെയ്താൽ ക്ലിയർ ആവുമെന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രം നമ്മൾ ഇത്തരം കേസസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കാരണം തന്നെ നമ്മുടെ ഭാവിയിലെ സാധ്യത കൂടി ഇല്ലാതാവുമെന്ന് ഓർത്ത് വെക്കുക.